السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്ത് സബയിന്റെ 46 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. 47-ാമത്തെ ആയത്ത്, ഖുൽ മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലക്കും. മിൻ അവിടെ മണിക്കരുത്, ഇൽഹാർ ചെയ്യണം. അജ്രിൻ ഫ എന്നിടത്ത് ഇഖ്ഫാ ചെയ്ത് മണിക്കണം. ഇൻ അജ്രിയ അവിടെയും മണിക്കരുത്. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഷൈഇൻ ഷ അവിടെയും ഇഖ്ഫാ ചെയ്ത് മണിച്ചോതാണ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് അല്ലാമുൽ ഗുയൂബ്. ഖുൽ ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. ഖുൽ ഇൻ ളലൽതു. ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ട സ്ഥലമാണ്. ഇൻ ളലൽതു ഫഇന്നമാ അളില്ലു അലാ നഫ്സി وإن اهتديت فبما يوحي إلي ربي إنه سميع قريب. سميع قا إخفاء ചെയ്ത് മണിച്ചോതേണ്ട സ്ഥലമാണ്. ولو ترى إذ فزعوا فلا فوت وأخذوا من مكان ഖരീബ്. മിമ്മ അവിടെ നൂനിന് ശേഷം മീമ് വരുമ്പോൾ ഇദ്ഗാമിൻ ബിഗുന്ന ശദ്ദ് ചെയ്ത് മണിച്ചോദണം. മക്കാനിൻ ഖ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. വഖാലൂ ആമന്നാ ബിഹി വഅന്നാ ലഹുമുത് തനാവുശു മിൻ മകാനിൻ ബഈദ്. മക്കാനിൻ ബ തൻവീനിന് ശേഷം ബാ വരുമ്പോ ഇഖ്ലാബ് എന്ന് പറയും, മറിച്ച് മണിക്കാം. മീമാക്കി മറിച്ച് മണിക്കണം. വഖദ് കഫറൂ ബിഹി മിൻ ഖബ്ൽ. സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വരുമ്പോ ഇഖ്ഫാ ചെയ്തണം. നേരത്തെ മക്കാനിംബ എന്നിടത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വരുമ്പോ ഇഖ്ലാബ് എന്നാണ് ട്ടോ പറഞ്ഞത്. വയഖ്ദിഫൂന ബിൽ ഗൈബി മിൻ മകാനിൻ ബഈദ്. സെയിം സുക്കൂനുള്ള നൂനിന് ശേഷം ബാവ് വന്നാൽ മീമാക്കി മറിച്ച് മണിക്കണം. ഇഖ്ലാബാണ്. വഹീല ബൈനഹും വബൈന മാ യസ്തഹൂന കമാ ഫുഇല ബിഅശിയാഇഹിം മിൻ ഖബ്ൽ ഇന്നഹും കാനൂ ഫീ ശക്കിൻ മുരീബ്. ഈ ആയത്തിന്റെ വിശദീകരണം കഴിഞ്ഞ ആയത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ഖുൽ നബിയെ പറയുക, മാ സഅൽതുക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, മിൻ അജിരിൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇനി ആ ചോദിക്കുന്ന പ്രതിഫലം പതുപോലക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ നന്നാവുക എന്ന പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ നിങ്ങൾ നന്നാകുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് ഞാൻ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ് അവൻ എല്ലാറ്റിനും സാക്ഷിയാണ്. പ്രിയപ്പെട്ടവരെ, നിസ്വാർത്ഥമായി പ്രബോധനം ചെയ്ത പ്രവാചകന്റെ വചനങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. മതപ്രബോധനം കൊണ്ട് പ്രബോധകന്മാര് പ്രത്യേകിച്ച് ആളുകളിൽ നിന്നൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. നമ്മുടെ നാട്ടിലും ഇപ്പോഴും യാതൊരു ഭൗതികമായ താല്പര്യങ്ങളും ആവശ്യപ്പെടാതെ നിസ്വാർത്ഥമായി ദീനീ സേവനത്തിന്റെയും ദീനീ പ്രബോധനത്തിന്റെയും മാതൃകകളായി ധാരാളം പേരുണ്ട് എന്നത് വലിയ അനുഗ്രഹമാണ്. അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹീതമായ പ്രതിഫലം നൽകട്ടെ. ഇനി ഖുൽ നബിയെ പറയുക, ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് എന്റെ റബ്ബ് ഹക്കിനെ വിക്ഷേപിക്കുകയാണ്. ഹക്ക് കൊണ്ട്
ഇട്ടുതരികയാണ്, ഹക്കിനെ ഇട്ടുതരികയാണ്. അല്ലാമുൽ ഉയൂബ്, അവൻ എല്ലാ അദൃശ്യങ്ങളെയും അറിയുന്നവനാണ്. ഖദഫ യഖ്ദിഫു എന്ന് പറഞ്ഞാൽ ഇട്ടുതരിക, എറിയുക, വിക്ഷേപിക്കുക, അങ്ങനൊക്കെ അർത്ഥമുണ്ട്. സൂറത്തുൽ അംബിയായിലെ ഒരു പദപ്രയോഗം അല്ലാഹു പറയുന്നുണ്ട്, ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, സത്യത്തെ നാം അസത്യത്തിന് നേർക്ക് എറിയുകയാണ്. ഫയദ്മഉഹു ഫഇദാ ഹുവ സാഹിഖ്, അങ്ങനെ അത് തകർന്നു പോകുന്നു, നശിച്ചു പോകുന്നു. വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ, നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ നാശമാണ്. അപ്പോ സത്യം അസത്യത്തിന്റെ മേൽ വന്ന് പതിക്കുമ്പോൾ അസത്യം ഇല്ലാതായി പോവുകയാണ്. ഒരു സത്യം പറയുമ്പോഴാണല്ലോ അസത്യം ഇല്ലാതായി മാറുന്നത്, അല്ലെ? വെളിച്ചം വരുമ്പോഴാണ് ഇരുട്ട് നീങ്ങിപ്പോകുന്നത്. ഇരുട്ടുള്ളയിടത്ത് വെളിച്ചം കത്തിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. വിശ്വാസത്തിന്റെ മുകളിൽ ഉണ്ടാകുന്ന എല്ലാ മാറാലകളെയും നീക്കിക്കളയാൻ സത്യത്തിന്റെ വാക്കുകൾ മതിയാവും. അപ്പോ സത്യം അങ്ങനെ കടന്നു വരുന്ന ഒന്നാണ്. ഇനി നബിയെ പറയ്, ജാ അൽ ഹഖു, യഥാർത്ഥ്യം വന്നിരിക്കുന്നു, ഹക്ക് വന്നിരിക്കുന്നു. വമാ യുബ്ദിഉൽ ബാത്തിലു, അസത്യം അല്ലെങ്കിൽ നിരർത്ഥകമായത്, ബാത്തിലായത് ഇനി ആവർത്തിക്കുകയില്ല, തുടങ്ങുകയില്ല. വമാ യുഈദ് ആദ ഈദ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുക, ബദ യബ്ദി എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഒന്ന് തുടങ്ങുകയില്ല, മറ്റൊന്ന് ആവർത്തിക്കുകയില്ല. ഹക്ക് വന്നാൽ ഹക്കിൽ നിലകൊള്ളേണ്ടതുണ്ട്. പിന്നെ യാഥാർത്ഥ്യത്തിലെ അനർത്ഥങ്ങളിലേക്ക്, നിരർത്ഥകതയിലേക്ക് ഒരിക്കലും അത് തുടങ്ങുകയോ തുടരുകയോ ചെയ്യുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഹക്ക് വന്ന മക്കയിൽ നമുക്കറിയാം ആ ഹക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യ ജീവിതത്തിലും സമൂഹത്തിലും സമുദായത്തിലും ഹക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാത്തിലിലേക്ക് പോവുക എന്നത് ഉണ്ടാവുകയില്ല എന്നാണ്, ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ നേരത്തെ വന്നത് യഥാർത്ഥത്തിലായിരിക്കില്ല, അത് കേവലം ഒരു നിഫാക്കിന്റെ, കാപട്യത്തിന്റെ അടയാളമായി, ബാഹ്യമായിട്ട് മാത്രമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ്. അപ്പോ ഇനിയും പ്രവാചകനോട് പ്രഖ്യാപിക്കാനുള്ള പറയാം, കുൽ നബിയെ പറ, അഥവാ പ്രവാചകൻ മുഹമ്മദ് നബി പഴച്ചുപോയി എന്നാണല്ലോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ വഴിപിഴവിലാണ് എങ്കിൽ അത്, ആ വഴിപിഴച്ചത് യഥാർത്ഥത്തിൽ എന്റെ പേരിൽ മാത്രമാണ്, അതിന്റെ നഷ്ടം എനിക്ക് മാത്രമാണ്, അതിന്റെ ദോഷം എനിക്ക് മാത്രമാണ്. പക്ഷേ എന്റെ റബ്ബ് എനിക്ക് വഹി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ നേർമാർഗത്തിൽ നടക്കുകയാണ് എങ്കിൽ, ഇന്നഹു സമീഉൻ ഖരീബ്, തീർച്ചയായിട്ടും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും സമീപസ്ഥനുമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വഴിപഴിച്ചു എന്നല്ല, യഥാർത്ഥത്തിൽ ഞാൻ സന്മാർഗത്തിലാണ്, എന്റെ റബ്ബിന്റെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ പഴച്ചു പോയിട്ടില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ ഞാൻ പഴക്കുകയാണെങ്കിൽ അത് എനിക്ക് തന്നെയല്ലേ ദോഷം വരിക. അതുകൊണ്ട് എനിക്ക് ദോഷം വരുന്ന വഴിപഴവിലൂടെ ഞാൻ നടക്കുവോ? അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഞാൻ ജീവിക്കുകയാണ്, വഹിയനിലേക്ക് വരികയാണ്. അത് ഹക്കാണ്, അത് ഹിദായത്താണ്, അത് വഴിപിഴവല്ല, അത് വഴികേടല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോട് പറയാൻ അള്ളാഹു പറയാണ്. ഇനി നോക്കൂ, ഇതൊക്കെ വഴികേടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ മാർഗത്തിലൂടെ ഒന്നും ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള താക്കീതാണ് തുടർന്നങ്ങോട്ട്. വലൗത്തറ, നബിയെ നീ കണ്ടിരുന്നെങ്കിൽ, ഇത് ഫസിഉ, അവര് പേടിച്ചു വിറച്ചു പോകുന്ന ആ അവസരത്തെ നീ കണ്ടിരുന്നുവെങ്കിൽ. ഫസഅ്, ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന ഒരു ഫസഅിനെ പറ്റി ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ഭയവിഹ്വലരായിരിക്കും കുറ്റവാളികളും നിഷേധികളും ഒക്കെ ആയിട്ടുള്ളവർ എന്നാണ്. അങ്ങനെ ഒരു ഖിയാമത്ത് നാളിൽ അവർ ഭയന്ന് വിറക്കുന്ന സമയത്ത് ഫലാ ഫൗത്ത, അതിൽ നിന്ന് ഒഴിവായി പോകൽ നടക്കൂല, അത് നഷ്ടപ്പെടുകയൊന്നുമില്ല, അതങ്ങനെ പാഴായി പോകുന്നില്ല, അതവിടെ ഉണ്ടാവും. വഉഖിദൂ, അവര് പിടികൂടപ്പെടുക തന്നെ ചെയ്യും. മിൻ മകാനിൻ ഖരീബ്, ഒരുപാട് ദൂരമല്ലാത്ത സമീപ സമയത്ത് തന്നെ, സമീപ സ്ഥലത്ത് തന്നെ അവര് പിടികൂടപ്പെടുക തന്നെ ചെയ്യും.
ഒരുപാട് കാലമൊന്നും അതിന് വേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. വഖാലൂ, അപ്പോൾ അവര് പറയും, ആമന്നാ ബിഹി, ഇതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ബിഹി എന്ന ഈ ലമീർ അടുത്ത ആയത്തിലും വഖദ് കഫറൂ ബിഹി, രണ്ടായത്തിന്റെയും തുടക്കത്തിൽ ബിഹി ഉണ്ട്. ഒന്ന് ആമന്ന ബിഹി, വഖദ് കഫറൂ ബിഹി, രണ്ടർത്ഥത്തിലും പ്രയോഗിക്കാം. ഒന്ന് ഹക്ക് കൊണ്ട് എന്ന് പറയാം, രണ്ട് പ്രവാചകനെ കൊണ്ട് എന്ന് പറയാം. രണ്ടായിരുന്നാലും ഒരേ അർത്ഥാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആ സമയത്ത് വിശ്വസിക്കാൻ പറ്റൂല, പ്രവാചകനെ കൊണ്ട് ആ സമയത്ത് വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ല, ഹക്ക് കൊണ്ട് വിശ്വസിച്ചിട്ടും കാര്യമില്ല. പരലോകത്തെത്തിയിട്ടേ സമയം കഴിഞ്ഞു പോയി. അള്ളാഹ് പറയാണ്, വാ അന്നാലഹുമുത്തനാവുഷ്, ഇപ്പൊ ഇത് കൈപ്പറ്റിയിട്ടെന്താ, ഇപ്പൊ ഇത് കിട്ടിയിട്ടെന്താ. അത്തനാവുഷ് എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. മിമ്മക്കാനിം ബഈദ്, എങ്ങനെയാണ് അവർക്ക് വിദൂരമായ ആ സ്ഥാനത്ത് നിന്ന് അവർക്കത് കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ, സ്വീകരിക്കേണ്ട സമയം ദുനിയാവാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരം വിട്ട് മരണവും മരണാനന്തര ജീവിതം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നന്നാവാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. ഈമാൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹ് പറയാണ്, വഖദ് കഫറൂ ബിഹി മിൻ ഖബൽ, ഇതുകൊണ്ട് നിങ്ങൾ നേരത്തെ നിഷേധിച്ചിരുന്നുവല്ലോ, നേരത്തെ അവിശ്വസിച്ചിരുന്നുവല്ലോ. വയഖ്ദിഫൂന ബിൽ ഗൈബി മിൻ മക്കാനിൻ ബഈദ്, എന്നിട്ടോ വളരെ ദൂരസ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, ഈ ഗൈബിയായ ഊഹോപോഹങ്ങളായ അല്ലെങ്കിൽ അദൃശ്യമായ ആ വിഷയങ്ങളിൽ നിങ്ങൾ പലതും എറിഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ വിക്ഷേപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഊഹിച്ചുകൊണ്ട് നിങ്ങൾ പലതും ആരോപിക്കുകയായിരുന്നല്ലോ. അപ്പോ പ്രവാചകനെ കൊണ്ട് ഒരു കാലത്ത് നിഷേധിക്കുകയും കള്ളത്തരം പറയുകയും ഊഹിച്ചു പറയുകയും നിങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളിതാ ഈമാനുണ്ട്, ഞങ്ങൾക്കിതാ പ്രവാചകനിൽ വിശ്വാസമുണ്ട്, അല്ലെ ഹക്ക് കൊണ്ട് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇഹലോക ജീവിതത്തിലാണ് വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഒക്കെ വേദി. ഇവിടെയാണ് നമ്മുടെ കർമ്മഫലമാണ് പരലോകത്ത്. അവിടെ നമുക്ക് ബോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇവിടെയാണല്ലോ നമ്മുടെ ബോധോദയം ഉണ്ടാകേണ്ടത്. അല്ലാഹു പറയാൻ, വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ, വഹീല മറയിടപ്പെടും, തടസ്സം ചെയ്യപ്പെടും, ബൈനഹും അവർക്കിടയിലും, വബൈന മാ യസ്തഹൂൻ അവരിച്ഛിക്കുന്നതിൻ്റെയും ഇടയിൽ ഒരു തടസ്സം ഇടപെടും. എന്ന് പറഞ്ഞാൽ മരണം ഒരു തടസ്സാണ്. മരണത്തോടുകൂടി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. പിന്നെ വൺ വേ ആണ്. ഇപ്പൊ നമുക്ക് ടു വേ ഉണ്ട്. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ വേണ്ട, അല്ലേ? ഖുർആൻ ഓതണമെങ്കിൽ ഓതാം, വേണ്ടെങ്കിൽ വേണ്ട. വിശ്വസിക്കണേ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ പോകാം, തോന്നിവാസം കളിച്ച് നടക്കാം. അങ്ങനെ പടച്ചോൻ തന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന് മറയൊന്നുമില്ല ഇവിടെ. പക്ഷെ പരലോകത്തൊരു മറയിടപ്പെടുന്നാണ്, തടയിടപ്പെടും. ഇച്ഛിക്കുന്നതൊന്നും അവിടെ ചെയ്യാൻ പറ്റൂല, വിചാരിക്കുന്നതൊന്നും ചെയ്യാൻ പറ്റൂല. പടച്ചോനെ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ആലോചിച്ച് നോക്ക്, മരിച്ചവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മരിച്ചവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ദുനിയാവിലേക്കൊന്ന് ഭാര്യനെയും കുട്ടികളെയും ഉമ്മാനെയൊന്നും കാണാനൊന്നുമല്ല. ദുനിയാവിൽ തിരിച്ചു വന്ന് ഈമാനോടുകൂടി അല്പകാലമെങ്കിലും ജീവിക്കണേ പടച്ചോനെ എന്നാണ്. അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. നടക്കൂലല്ലോ. ബദരീങ്ങളെ പറ്റി നമുക്കറിയാലോ. ബദരീങ്ങളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ ആഗ്രഹം? അള്ളാഹുവേ, ഞങ്ങൾക്ക് ഇനിയും ദുനിയാവ് പോണം, ഇനിയും നിന്റെ മാർഗത്തിൽ വധിക്കപ്പെടണം. കണ്ടോ, ഞങ്ങൾ മരിക്കാണ്ടിരിക്കാൻ കുടുംബത്തിൽ പോയി ജീവിക്കണം എന്നല്ല. ആ പ്രതിഫലം അറിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. അപ്പോ പരലോകത്ത് തടയിടപ്പെടും. കമാ ഫുഇല ബിഅശിയാഇഹിം മിൻ ഖബ്ൽ, അവരുടെ ഷിയത്ത് എന്നതിന്റെ ജമ്മാണ് അഷിയാ, കക്ഷികൾ. മുമ്പ് ഇവരെ പോലെ പല കക്ഷികളും ഇതിനു മുമ്പേ കടന്നുപോയിട്ടുണ്ട്. ഇന്നഹും കാനു ഫീ ശക്കിൻ മുരീബ്, അവര് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന എന്താ പറയാ സംശയത്തിലായിരുന്നു. അവർക്ക് വലിയ സംശയത്തിലായിരുന്നു. അങ്ങനെ ഉണ്ടാവോ, പരലോകമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ദീനുണ്ടോ, ഖുർആൻ അള്ളന്റെ തന്നെയാണോ? ഇങ്ങനെയൊക്കെ സംശയിച്ചും നിഷേധിച്ചും കളിയാക്കിയും പരിഹസിച്ചും ദീനിനെ വിട്ടെറിഞ്ഞുമൊക്കെ പോയ
എത്രയോ മുൻഗാമികൾ കടന്നുപോയിട്ടുണ്ട്. അവർക്കെന്താ സംഭവിച്ചത്? അവർ ദുനിയാവിൽ എന്ത് നേടി, പരലോകത്ത് എന്ത് നേടി? ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ല. ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾക്കൊക്കെ പരിധിയില്ലേ, പരിമിതിയില്ലേ? അവൻ എത്ര കാലം ജീവിക്കും? എത്ര കാലം മുന്നോട്ട് പോകും? അള്ളാഹുവിന്റെ ആ പിടുത്തത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോ അവർ ഈ സംശയം എന്ന് പറയുന്നത് നമുക്കറിയാലോ, എന്ത് ആഗ്രഹിച്ചിട്ടും പരലോകത്ത് തിരിച്ചു വരാൻ കഴിയില്ല. ദുനിയാവിൽ യഖീൻ ഉണ്ടാവുക എന്നതാണ്. ഇപ്പൊ സൂറത്തു അൽ ബഖറയുടെ തുടക്കം നമ്മൾ പറയാറുണ്ട്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി എന്നൊക്കെ പറഞ്ഞ് വബിൽആഖിറതിഹും യൂഖിനൂൻ. കണ്ടോ, യഖീൻ, വിശ്വാസികൾക്കുള്ള കാര്യം. അള്ളാഹുവിൽ യഖീൻ ഉണ്ടാകുക, പരലോകത്തിൽ യഖീൻ ഉണ്ടാകുക. അള്ളുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ആ ഒരു ഉറപ്പുണ്ടല്ലോ. ആ പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ഉറപ്പിച്ചു നിർത്തുന്നത്.